ഹായ് ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂട്ടല്ലയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ന്യൂട്ടല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ന്യൂട്ടല്ല തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ന്യൂട്ടല്ല വാങ്ങാൻ കൂടുതൽ പൈസ ആകുമെന്ന് വിചാരിച്ച് ന്യൂട്ടല്ല കഴിക്കാതിരിക്കണ്ട. നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്ടല്ല ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നിലക്കടലയാണ്. നിലക്കടല ഞാൻ ഈ ഒരു പാത്രത്തിന് 2 പാത്രം നിലക്കടല എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ വേണം വറുത്തെടുക്കാൻ. ഉപ്പിട്ടിട്ടൊന്നും വറുത്തെടുക്കരുത്, നമ്മുടെ ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് പോവും, കയ്പ്പ് രുചിയൊക്കെ ആവും. അതുകൊണ്ട് തന്നെ ഉപ്പൊന്നും ഇല്ലാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. കരിയാതെ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. എൻ്റെ അത് ലേശം ഒന്ന് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് കരിയാതെ നോക്കണം. കരിയാതെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടി വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. എന്നിട്ട് പൊട്ടി വരുമ്പോൾ അതൊന്ന് വെന്തിക്കണമെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് തീ ഓഫ് ആക്കി എടുക്കാം. ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിന് അരപ്പാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രത്തിന് ഫുള്ളായിട്ട് തന്നെ പഞ്ചസാര വേണ്ടി വരും. ഞാനത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 53 രൂപയുടെ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ കട്ടകൾ ഉണ്ടാവുമല്ലോ, അതും ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. അതൊന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഈ കൊക്കോ പൗഡർ ഒരു 3 സ്പൂൺ ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കൊക്കോ പൗഡറും നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നല്ലോണം പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. തരിയൊന്നും കൂടാതെ തന്നെ പഞ്ചസാര നന്നായിട്ട് തന്നെ പൊടിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഈ കടല വറുത്തത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാനുണ്ട്. തൊലി എല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി ഈ കടല തൊലി കളഞ്ഞെടുത്ത ഈ കടല കൂടി നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണ്ട. നല്ലോണം മിക്സിയിൽ കറക്കിയെടുക്കണം. ഇനി ഈ കടലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, പൊടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നല്ല കട്ട നെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 4 സ്പൂൺ വരെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിക്കാൻ ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതാ നമുക്ക് എത്രയാണ് ടൈറ്റായിട്ട് ന്യൂട്ടല്ല വേണ്ടത് അതിനനുസരിച്ച് തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ലേശം പഞ്ചസാരയുടെ കുറവുണ്ടായിരുന്നു, അതും ലേശം കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ന്യൂട്ടല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്ടല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ന്യൂട്ടല്ല തന്നെയാണിത്. അപ്പോൾ അതാ എനിക്ക് ഇത്രയും ന്യൂട്ടല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിൽ നിറച്ചുണ്ട്. പിന്നെ ഒരു സാസറിലും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കൂടുതൽ പൈസ കൊടുത്തിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്